ചമയം ഭരതൻ്റെ മറ്റൊരു ചിത്രം. നാടകം എങ്ങനെ സിനിമയുടെ സ്വഭാവത്തിലേക്ക് മാറ്റാം, സിനിമയും നാടകവും കൂടെ വളരെ വ്യക്തമായി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ചലച്ചിത്രമാണത്. ഇതൊന്ന് നാടകത്തെ ശരിക്കും നാടകമായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമ എന്നത് യവനിക ആണ് ഒരർത്ഥത്തിൽ അങ്ങനൊരു ചലച്ചിത്രം ഉണ്ടായിരുന്നത്. പക്ഷേ ഭരതൻ്റെ ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് വെച്ചാൽ ഓപ്പൺ സ്റ്റേജിൻ്റെ സ്വഭാവങ്ങൾ ഈ ഒരു പാട്ടിനകത്തേക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ടിൽ മുഴുവൻ ഒരു നാടകം തന്നെ ഉണ്ടാവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സിൻ്റെത്, ആ വരികൾ, നാടകത്തിൻ്റെ സ്വഭാവം, ഇതിനകത്ത് മുഴുവൻ ഈ ഒരു അത്തരം ഒരു നമ്മളൊരു എപ്പിക് നാടകത്തിൻ്റെ കാഴ്ചകൾ ഇതിനകത്തുള്ള ഓരോ ദൃശ്യത്തിലും ഭരതൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. രാജഹംസമേ പറഞ്ഞ പാട്ട് അത് ഭയങ്കര ഡ്രാമയുള്ളൊരു പാട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആ സിനിമയിൽ നിൽക്കുന്നത്. പാട്ടിനകത്തും ഈ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് ബേസിക്കലി മാൽഗോൺസ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ആ പാട്ടെങ്കിലും അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഇതിൽ ഉള്ളൊരു ഷെയ്ഡേ അല്ല ഈ പാട്ടിനകത്ത് കൂടെ ജോൺസൺ മാഷ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പിന്നെ ഞാൻ പലപ്പോഴും ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ജോൺസൺ മാഷ് കൂടെയൊക്കെ വർക്ക് ചെയ്തവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാഷ് ഇങ്ങനെ ഇതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സമയം നോട്ട് ചെയ്തിട്ട് മാഷ് സ്കോർ എഴുതി അത് ഫിക്സ് ചെയ്താൽ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഒരു പോർഷൻ പോലും മാറ്റി വയ്ക്കാനോ അതിലേക്ക് ചേർക്കാനോ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമാണ്. ഇതും ഈ പറഞ്ഞ മാതിരി രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ടും ചിത്ര ചേച്ചിയുടെ ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ്. ഭരതൻ്റെ വെങ്കലം എന്ന ചലച്ചിത്രമുണ്ട്. ഈ വെങ്കലം ശരിക്ക് ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഇത്തരമൊരു കഥ ഉണ്ടോ, ഇങ്ങനെ ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ പറയാൻ സാധ്യതയില്ലാത്ത ഒരു കഥയാണത്. ഈ മൂശാരിമാരുടെ ജീവിതത്തിൽ നിന്നും കണ്ടെത്തിയ ഒരു കഥ. ഒരാൾക്ക് ഒരു സ്ത്രീയെ രണ്ട് ചേട്ടനും അനിയനും കല്യാണം കഴിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന തരത്തിലുള്ള ഒരു ജീവിത സ്വഭാവമുണ്ടെന്ന് പറയുന്ന ഒരു കഥ. അതിനകത്ത് പത്തു വെളുപ്പിനെ എന്നുള്ള പാട്ട്, ഇത് ശരിക്കും നമ്മൾ ഈ കാരണം ഭരതൻ്റെ ഈ ചില മായന്നൂർ പ്രദേശത്തേക്ക്, കാരണം ഭരതൻ്റെ ഏരിയയാണത്. അവിടെ നിന്നുകൊണ്ട് ഭരതൻ ഒരുതരം മാജിക്കൽ റിയലിസം ഉണ്ടാക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു റിയാലിറ്റിയും അതിനെ അൺറിയലാക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചകൾ ചെയ്യുന്നുണ്ടതെല്ലാം. അതിനകത്ത് ഈ പത്തുവെളുപ്പിനകത്ത് ശരിക്കും കല്യാണം, അതിൻ്റെ ഒരു സാധാ വളരെ നമ്മുടെ നാട്ടിൻപുറത്തൊരു കല്യാണത്തിൻ്റെ മുഴുവൻ അനുഷ്ഠാനങ്ങളും, താലികെട്ടും മാലയിടലും, അതിൻ്റെ ഭാര്യയുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയും, തിരിച്ചു വന്നതിന് ശേഷമുള്ള പാല് കൊടുക്കുന്നതും, കയറ്റിയിരുത്തലും, ഭക്ഷണം കൊടുക്കുകയും, വിരുന്നുപോക്കും, അവിടെ ചെന്നപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളും എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ശരിക്കും മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു കല്യാണത്തിൻ്റെ മുഴുവൻ അവസ്ഥകളും കാണിച്ചു തരുന്ന ഒരു പാട്ടാണ് ഈ പത്തു വെളുപ്പിനെന്നുള്ളത്.
കാതുകുത്ത് പത്ത് വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. രവീന്ദ്ര മാഷിൻ്റെ സംഗീതം, ഭാസ്കരൻ മാസ്റ്റർ രചന, ചിത്ര ചേച്ചി പാടിയിരിക്കുന്നു. ചിത്ര ചേച്ചി കൂടാതെ ഒരു മെയിൽ വെർഷനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ ഹിറ്റാവുകയും ചെയ്തു. മലയാളത്തിനൊരു വേറൊരു പുതിയൊരു ഗായകനെ കൂടി കിട്ടി, ബിജു നാരായൺ. ചിത്ര ചേച്ചി ഇപ്പോഴും വേദികളിൽ ഈ പാട്ട് പാടാറുണ്ട്. പ്രത്യേകിച്ച് ഈ പാട്ടിൻ്റെ വരികളുടെ ഒരു സൗന്ദര്യം, ഭാസ്കരൻ മാസ്റ്റർ ആ വള്ളുവനാടൻ ശൈലി പ്രയോഗങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ തന്നെ പത്ത് വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, വളരെ ലളിതമായിട്ടുള്ള വരികൾ. അതുപോലെ അതിൻ്റെ അനുപല്ലവി ചരണത്തിലെല്ലാം കല്ലടിക്കോട്ടുന്ന് കല്യാണം, അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ, മായന്നൂർക്കാവിൽ പാവക്കൂത്ത്, അതെല്ലാം ഈ പാട്ടിൽ കാണാം. മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പാട്ടാണ് പത്ത് വെളുപ്പിന്.